ഗാസയിൽ നിന്നും പലസ്തീനുകളെ ആഫ്രിക്കയിൽ ഇരുണ്ട രാജ്യങ്ങളിലേക്ക് മാറ്റുന്നുവെന്ന നടുക്കുന്ന ബ്രേക്കിംഗ് റിപ്പോർട്ടുകൾ വരികയാണ്. ഇപ്പോൾ ഒരു വികസിത രാജ്യത്തിന്റെയും വികസിത സംസ്കാരത്തിന്റെയും ചൂടും ചൂരുമേറ്റ് സമ്പന്നമായി കഴിഞ്ഞ ഗാസയിലെ ജനങ്ങൾ ഇനി ആഫ്രിക്കയിലെ ഇരുണ്ട യാഥാർത്ഥ്യങ്ങളിലേക്കും മറ്റൊരു നരകത്തിലേക്കും പോകുമ്പോൾ ബൈബിളിലെ ഒരു ചരിത്രത്തിന്റെ ആവർത്തനം കൂടി നടക്കുകയാണ്. ഇസ്രായേൽ ജനതയുടെ പലായനമാണത്. ഈജിപ്തിലെ ഫറാവോമാരിൽ ഒരാൾ ഇസ്രായേൽ ജനങ്ങളെ അടിമകളായി പീഡിപ്പിക്കപ്പെട്ട ഇസ്രായേൽ ജനം തങ്ങളുടെ മാതൃദേശമായ കാനാനിലേക്ക് നടത്തിയ 40 സംവത്സരങ്ങൾ നീണ്ട പുറപ്പാട് യാത്രയാണ്. പ്രവാചകനായ മോശയായിരുന്നു നയിച്ചത്. മരുഭൂമിയിലെ വർഷങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ കാനാൻ ദേശത്തെത്തി. ജോഷുവയുടെ നേതൃത്വത്തിൽ അവിടം കീഴടക്കി താമസം ഉറപ്പിച്ചു. 12 ഗോത്രങ്ങളായി ഭൂമി പങ്കിടുകയും ചെയ്തു. അങ്ങനെ വാഗ്ദാനം കിട്ടിയ ഭൂമിയാണ് ജൂതരെ സംബന്ധിച്ച് ഗാസ. എന്നാൽ അന്ന് ഇസ്രായേൽ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കാണ് വന്നതെങ്കിൽ ഇന്നത്തെ ഗാസാവാസികൾ പോകുന്ന ആഫ്രിക്ക പാലിനും തേനിനും പകരം പട്ടിണിയും ദുരിതങ്ങളും നിറഞ്ഞ മറുഭൂപ്രദേശത്തേക്ക് എന്നേ മാറ്റമുള്ളൂ. എന്താകും ഇസ്രായേലിന്റെ ഗാസ യുദ്ധത്തിന്റെ 2ാം വാർഷികം അടുക്കുമ്പോൾ സംഭവിക്കുക? ഇത് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ പങ്കുവയ്ക്കുകയാണ്.